ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതവും ശാസ്ത്ര പരീക്ഷണങ്ങളും വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയിലെ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു. ക്രമേണ ഹിറ്റ്ലറിൻ്റെ നാസി പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള വേട്ടയാടൽ കാണാൻ സാധിക്കും. ജൂതന്മാരെ വേട്ടയാടുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീനും ഒരു ജൂതനാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. തെരുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ മുൻപിൽ കാണുന്ന ജൂതന്മാരെയൊക്കെ വേട്ടയാടുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ പട്ടാളക്കാർ പോലും, ആ നാസികൾ പോലും ആൽബർട്ട് ഐൻസ്റ്റീനെ ഈ ഘട്ടത്തിൽ ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം ലോകമറിയുന്ന അതിപ്രശസ്തനായിട്ടുള്ള ഒരു ഗവേഷകനാണ്. ജർമ്മനിയുടെ അഭിമാനമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് പട്ടാളക്കാർക്ക് ഐൻസ്റ്റീനിനുള്ള ഭാവത്തിലും മാറ്റം വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ എൽസ ഐൻസ്റ്റീനെ നിർബന്ധിക്കുമായിരുന്നു, എങ്ങനെയെങ്കിലും ഈ നശിച്ച രാജ്യത്തു നിന്നും നമുക്ക് രക്ഷപ്പെടാം. താങ്കളെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ നിങ്ങൾക്ക് പൗരത്വം പോലും അവർ തരും. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ എൽസ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന് ജർമ്മനിയിൽ തന്നെ തുടരണമായിരുന്നു. ഹിറ്റ്ലറിനെ ഭയന്ന് അദ്ദേഹത്തിന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. ദിവസങ്ങൾ കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത സുഹൃത്തും ജർമ്മനിയിലെ ഒരു മിനിസ്റ്ററുമായിട്ടുള്ള രത്നേവ് കൊല ചെയ്യപ്പെടുന്നത്. രത്നേവും ഒരു ജൂതനായിരുന്നു. അദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് തെരുവിൽ വെച്ച് വെടിവെച്ച് കൊന്നത് ഇതേ നാസി പാർട്ടിയിലെ അംഗങ്ങളാണ്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ആൽബർട്ട് ഐൻസ്റ്റീനിൽ ഭയമുണ്ടാകുന്നത്. ഇവിടെ നിൽക്കുന്നത് ബുദ്ധിപരമല്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ എൽസയോട് അദ്ദേഹം പറഞ്ഞു, വേണ്ട നടപടികൾ നീ സ്വീകരിച്ചു കൊള്ളുക, നമുക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള സമയമായി. എൽസ ഈ ഘട്ടങ്ങളിലൊക്കെ ഒരു സെക്രട്ടറിയുടെ ജോലി കൂടി ചെയ്യുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന് വേണ്ട വിദഗ്ധ ഉപദേശങ്ങളൊക്കെ നൽകുന്നത് എൽസയാണ്. എൽസ ഉടൻ തന്നെ അമേരിക്കൻ എംബസിയിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകണം, അതിനു വേണ്ട വിസ നിങ്ങൾ തയ്യാറാക്കണം. ഇവിടെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇനി അങ്ങോട്ടുള്ള ചരിത്രത്തിലെ ഒരു വില്ലൻ്റെ കടന്നുവരവ്. ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ലിയോനാർഡ് ഫിലിപ്പ് എന്ന വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തോടൊപ്പം മറ്റൊരു പേരുകൂടെ എഴുതി ചേർക്കുകയാണ്, മിസ്റ്റർ എഡ്ഗർ ഹൂവർ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ എഡ്ഗർ ഹൂവർ. അദ്ദേഹമാണ് FBI സ്ഥാപക നേതാവ്. ഈ ഘട്ടത്തിൽ FBI ഇല്ല, പക്ഷേ എങ്കിൽ പോലും അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഈ ഹൂവറാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നാണ് ഹൂവറിൻ്റെ സംശയം. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ അമേരിക്കൻ എംബസിയിലേക്ക് അയാൾ ഒരു കത്തയച്ചു. കൃത്യമായിട്ട് ഐൻസ്റ്റീനെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം അയാൾക്ക് വിസ കൊടുക്കുക, അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്നും ഒരു രാജ്യദ്രോഹി അല്ലെന്നും ഉറപ്പുവരുത്തണം. ജർമ്മനിയിലെ അമേരിക്കൻ എംബസിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഗിയസ്റ്റ്. അവിടുത്തെ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും പറയാം. അയാൾക്കാണ് ആൽബർട്ട് ഐൻസ്റ്റീന് വിസ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. അയാൾക്ക് തന്നെയാണ് ഹൂവർ ഈ കത്ത് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൽസ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു മറുപടിയല്ല എംബസിയിൽ നിന്ന് ലഭിക്കുന്നത്. എൽസയും ഐൻസ്റ്റീനും പ്രതീക്ഷിച്ചത് ഐൻസ്റ്റീൻ്റെ ഈ ആഗ്രഹം അവരെ അറിയിക്കുന്ന ആ സമയം തന്നെ അവരൊരു വിസ അടിച്ച് വീട്ടിലേക്ക് അയച്ചു തരുമെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പകരം ഒരു ഫോൺ കോളാണ് ഐൻസ്റ്റീൻ്റെ ഓഫീസിലേക്ക് വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് എൽസയാണ്. എൽസ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. ഇൻ്റർവ്യൂ ചെയ്യണം, ആൽബർട്ട് ഐൻസ്റ്റീനെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ വിസ അനുവദിക്കുകയുള്ളൂ. ഐൻസ്റ്റീനും എൽസയും ഇൻ്റർവ്യൂ ദിവസം എംബസിയിൽ എത്തിച്ചേർന്നു. ഗിയസ്റ്റ് ഒറ്റയ്ക്കാണ് അവരോട് ചോദ്യം ചോദിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രതീക്ഷിക്കുന്നത് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും, കാരണം അത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. പക്ഷേ ഗിയസ്റ്റ് അല്പം പരുക്ക ഭാവത്തോടു കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. അയാളുടെ ചോദ്യം ചെയ്യുന്ന രീതിയും ഒക്കെ കണ്ടപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന് ശരിക്കും ദേഷ്യം വന്നു. ആ ദേഷ്യം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. എൽസയാണ് അവിടെ ഐൻസ്റ്റീനെ ശാന്തനാക്കുന്നത്. നിങ്ങൾ എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ആരാണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടോ? ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് പ്രശസ്തനാകാനായിരിക്കാം ഐൻസ്റ്റീനെ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിച്ച ഒരു വ്യക്തിയാണെന്നുള്ള ക്രെഡിറ്റ് നേടാനായിരിക്കാം. ഗിയസ്റ്റ് വളരെ ശാന്തനായിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീന് മറുപടി കൊടുക്കുന്നത്. താങ്കളെ എനിക്ക് വലിയ ബഹുമാനമാണ്, താങ്കളോട് എനിക്കൊരു ദേഷ്യവുമില്ല.
ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ജോലി മാത്രമാണ്. എനിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. താങ്കളെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രം വിസ നൽകിയാൽ മതി. ആരാണ് തനിക്ക് ഈ നിർദ്ദേശം തന്നിരിക്കുന്നത്? വളരെ പരുഷമായിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രതികരിച്ചത്. ഗിയസ്റ്റ് ആ പേര് വെളിപ്പെടുത്തി. സാക്ഷാൽ എഡ്ഗർ ഹൂവർ തന്നെ. ഹൂവറിനെക്കുറിച്ച് എൽസയ്ക്കും അതുപോലെ ഐൻസ്റ്റീനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഐൻസ്റ്റീൻ വീണ്ടും പ്രകോപിതനായി. വളരെ പരുഷമായ ഭാഷയിൽ അയാൾ എഡ്ഗർ ഹൂവറിനെക്കുറിച്ച് സംസാരിച്ചു. എൽസ വീണ്ടും അവിടെ ഇടപെട്ട് ഐൻസ്റ്റീനെ ശാന്തനാക്കി ഇരുത്തി. ഈ ഇൻ്റർവ്യൂ വിജയകരമായിട്ട് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ജർമ്മനിയിൽ നിന്നും ഐൻസ്റ്റീന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗൈസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ഇരുന്ന് കൊടുക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ തീരുമാനിച്ചു. ആദ്യത്തെ ചോദ്യം മെലേവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. മെലേവയെ അവസാനമായിട്ട് കോൺടാക്റ്റ് ചെയ്തത് എന്നാണ്? ഐൻസ്റ്റീൻ്റെ മറുപടി ഇങ്ങനെയാണ്: കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് ഒരാഴ്ചയായി കാണും. എൻ്റെ മകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അവൾ എന്നെ വിളിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇളയ മകനായ എഡ്വേർഡ് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലാണ്. മരണം വരെയും എഡ്വേർഡ് അവിടെ തന്നെ ആയിരുന്നു. മെലേവയെക്കുറിച്ച് ഇവിടെ ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം മെലേവയുടെ സഹോദരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഗിയസ്റ്റ് മറച്ചു വച്ചില്ല. അയാൾ ചോദിച്ചു, മെലേവയുടെ സഹോദരനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എനിക്കറിയാം. പക്ഷേ അവസാനമായിട്ട് ഞാൻ അയാളെ കോൺടാക്റ്റ് ചെയ്തത് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനും മെലേവയും തമ്മിൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. ഞങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവും എനിക്കില്ല. അടുത്ത ചോദ്യം: നിങ്ങൾക്ക് ചെയിം വൈസ്മാനെ എങ്ങനെ അറിയാം? ഐൻസ്റ്റീൻ പറഞ്ഞു, അതെൻ്റെ ഒരു പഴയ സുഹൃത്താണ്. ആദ്യമായി നിങ്ങൾ ചെയിം വൈസ്മാനെ എങ്ങനെയാണ് കണ്ടത്? ആൽബർട്ട് ഐൻസ്റ്റീൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഓർത്തെടുത്തു. ഐൻസ്റ്റീൻ്റെ ഓഫീസിലേക്ക് ചെയിൻ വൈസ്മാൻ ആദ്യമായി കടന്നു വരുന്നു. ചെയിൻ വൈസ്മാന് കൃത്യമായിട്ടുള്ള ചില അജണ്ടകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ജൂതന്മാർക്ക് വേണ്ടി ഒരു പുതിയ രാജ്യം ഉണ്ടാക്കുക എന്നതാണ്. ഐൻസ്റ്റീനോട് ഈ കാര്യമൊക്കെ അവതരിപ്പിച്ചു. അറേബ്യയിലെ പലസ്തീനിലാണ് അവർ പുതിയ രാജ്യം നിർമ്മിക്കാൻ പോകുന്നത്. അതിന് വലിയ രീതിയിലുള്ള ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഐൻസ്റ്റീന് അത്തരത്തിൽ സ്ഥാപിക്കുന്ന ഒരു രാജ്യത്തോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനൊരു രാജ്യം അറേബ്യയിൽ പോയി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ലഹളയുണ്ടാകും. കാരണം അവിടെയുള്ള ആളുകൾ നിലവിൽ ജൂതന്മാരല്ല, അവർ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മൾ വലിയ കൂട്ടമായി അവിടെ പോയി ഒരു രാജ്യം സ്ഥാപിക്കുന്നത് അവിടെയുള്ളവർക്ക് എന്തായാലും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കുകയില്ല. പക്ഷേ ചെയിം വൈസ്മാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല ആൽബർട്ട് ഐൻസ്റ്റീനെ ശരിക്കും വന്ന് കാണുന്നത്. അതിൻ്റെ പിന്നിൽ മറ്റൊരു അജണ്ട കൂടി ഉണ്ടായിരുന്നു. ആ അജണ്ട കൂടി വൈസ്മാൻ വെളിപ്പെടുത്തി. പലസ്തീനിൽ ഒരു ഹിബ്രു യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ പോവുകയാണ്. രാജ്യം ആരംഭിക്കുന്നതിനോടാണല്ലോ ഐൻസ്റ്റീൻ്റെ എതിർപ്പ്. ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതിന് നമുക്ക് ധാരാളമായിട്ട് പണം വേണം. ആൽബർട്ട് ഐൻസ്റ്റീൻ എൻ്റെ ഒപ്പം അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ നമുക്കവിടെ പല സർവകലാശാലയിലും പോയി സംസാരിക്കാം. താങ്കൾ സംസാരിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി തുടങ്ങാനായി നിരവധി ആളുകൾ പണമിറക്കും. നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വിദ്യാലയം സ്ഥാപിക്കാം. ആ ഒരു ആശയത്തോട് ഐൻസ്റ്റീന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ അമേരിക്കയിലേക്ക് പോകാൻ കൂട്ടാക്കി. 1921 ഏപ്രിൽ മാസം 2-ാം തീയതി ഒരു ഷിപ്പിലാണ് ആൽബർട്ട് ഐൻസ്റ്റീനും എൽസയും വൈസ്മാനും അമേരിക്കയിൽ വന്നിറങ്ങുന്നത്. അത് ചിത്രീകരിക്കാനായി നിരവധി പ്രസ് അംഗങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആളുകളും ആൽബർട്ട് ഐൻസ്റ്റീനെ ഒന്ന് നേരിൽ കാണാനായി അവിടെ തമ്പടിച്ചു. അവർക്കൊരുപാട് ചോദ്യങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിക്കാനുണ്ടായിരുന്നു. വളരെ സരസമായ രീതിയിലാണ് ഐൻസ്റ്റീൻ അവർക്കൊക്കെ മറുപടി നൽകിയത്. അമേരിക്കയിൽ നിരവധി യൂണിവേഴ്സിറ്റികളിലും സിനഗോഗുകളിലും ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിക്കണം. എന്നാൽ ആ സംഭാഷണങ്ങൾക്കൊക്കെ മുൻപ് വൈസ്മാൻ ഒരു നിർദ്ദേശം ഐൻസ്റ്റീന് കൊടുത്തിരുന്നു. താങ്കൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ആൽബർട്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ച് രാജ്യങ്ങൾക്ക് പ്രസക്തിയില്ല. എല്ലാ രാജ്യങ്ങളും കൂടിച്ചേർന്ന് ഒരൊറ്റ രാജ്യമാകണം, ഈ ലോകം തന്നെ ഒറ്റ രാജ്യമായിട്ട് മാറണമെന്നൊക്കെയുള്ള ആഗ്രഹമാണ് ഐൻസ്റ്റീനുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ജൂത യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ആളുകൾ അധികം പണം ചെലവഴിക്കുകയില്ല. അതുകൊണ്ട് വൈസ്മാൻ കൃത്യമായിട്ടുള്ള ഒരു ലെറ്റർ എഴുതി ആൽബർട്ട് ഐൻസ്റ്റീന് കൈമാറി. ഇതിൽ പ്രതിപാദിക്കുന്ന പോയിന്റുകളാണ് താങ്കൾ അവിടെ അവതരിപ്പിക്കേണ്ടത്. ഐൻസ്റ്റീൻ അത് എതിർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൽസയുടെ തുറിച്ചുനോട്ടത്തിൽ അതൊന്ന് പാളിപ്പോയി. അയാൾ അത് സമ്മതിച്ചു. അങ്ങനെ ആദ്യത്തെ സർവകലാശാലയിൽ
ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കാണാനായി ആ സർവകലാശാലയിലെ സെമിനാർ ഹാൾ നിറയെ ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ധനികരായിട്ടുള്ള ജൂതന്മാരാണ്. ധനികരായിട്ടുള്ളവർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ സെമിനാറിൻ്റെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ആ ധനികരായിട്ടുള്ള ജൂതന്മാരെ ഇംപ്രസ് ചെയ്യിക്കുക എന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ സംഭാഷണം ആരംഭിച്ചു. പക്ഷേ വൈസ്മാൻ വിചാരിച്ചതുപോലെ അയാളുടെ ലെറ്ററിലുള്ള പോയിന്റുകളൊന്നും ഐൻസ്റ്റീൻ പ്രതിപാദിച്ചില്ല. അയാൾ പൂർണ്ണമായിട്ടും അയാളുടെ ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുമൊക്കെ അയാൾ വാതോരാതെ സംസാരിച്ചു. അയാളുടെ പല സംഭാഷണങ്ങളോടും ഒരു കൂട്ടം ജൂതന്മാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സംഭാഷണത്തിനിടയിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ ഹർഷാരവത്തോടു കൂടി തന്നെ അവിടെ ഇരുന്നു. ഐൻസ്റ്റീൻ്റെ സ്പീച്ച് അവസാനിച്ചതിന് ശേഷമാണ് അവിടെ പണം സ്വീകരിച്ചു തുടങ്ങുന്നത്. വോളണ്ടിയേഴ്സ് ആളുകളുടെ ഇടയിലൂടെ പോയി പണം കളക്ട് ചെയ്തു. ധനികർ ധാരാളമായി പണം അവിടെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഡൊണേറ്റ് ചെയ്യുന്നു. ആ കാഴ്ചകൾക്കിടയിലെ ഒരു ദൃശ്യം ഐൻസ്റ്റീൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ഒരു പാവപ്പെട്ട ജൂത സ്ത്രീ അവരുടെ വിരലിൽ അണിഞ്ഞിരുന്ന വിവാഹമോതിരമാണ് ഡൊണേറ്റ് ചെയ്തത്. മറ്റൊരു ദിവസം ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കയിലെ വളരെ പ്രശസ്തമായ ഒരു സിനഗോഗിൽ പ്രസംഗിക്കാൻ പോവുകയായിരുന്നു. അദ്ദേഹത്തെ കാണാനായി നിരവധി ആളുകൾ വെളിയിൽ തമ്പടിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പണിപ്പെട്ടിട്ടാണ് ആ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതിനിടയിൽ ഒസീപ്പ് എന്നു പേരുള്ള ഒരു കൊച്ചു ബാലൻ അദ്ദേഹത്തെ കാണാനായി ആളുകളുടെ ഇടയിലൂടെ ഓടിയെത്തി. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുൻപിൽ ചാടാൻ ആ പയ്യന് സാധിച്ചില്ല. പോലീസുകാർ ആ പയ്യനെ തടയുകയും ബലം പ്രയോഗിച്ച് അവിടെ നിന്നും നീക്കം ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് പിന്നീട് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ബാലനെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ പോലീസുകാരോട് പറഞ്ഞു. ബാലന് ഒരു സമ്മാനം തരാനുണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീന്. ഒരു ചെറിയ നാണയമാണ്. ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ മൂല്യമുണ്ട്. ആ ഒരു ചെറിയ നാണയം ആൽബർട്ട് ഐൻസ്റ്റീന് കൊടുത്തിട്ട് പറഞ്ഞു, ജൂതന്മാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു രാജ്യം പണിയാമോ, ഒരു വീട് പണിയാൻ സാധിക്കുമോ? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല. ഞാനിവിടെ വന്നത് ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, ഒരു യൂണിവേഴ്സിറ്റി നിർമ്മിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഈറനണിഞ്ഞ കണ്ണുകളോടുകൂടിയാണ് ആ കൊച്ചു പയ്യൻ മറുപടി കൊടുക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനെ അവർ കൊണ്ടുപോയി. എനിക്കിപ്പോൾ അച്ഛനില്ല. അദ്ദേഹം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനൊരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. ഞങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടായിരിക്കണം. ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കണം. ആ കണ്ണീരിന് മുൻപിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തോറ്റുപോയി. ആ പയ്യൻ്റെ കയ്യിൽ നിന്നും ആ നാണയം മനസ്സില്ലാ മനസ്സോടുകൂടി അദ്ദേഹം വാങ്ങി. ഈ സമയം അങ്ങ് യൂറോപ്പിൽ നൊബേൽ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉയർന്നു വരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരാണ്. ഇത്തവണയെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീന് നൊബേൽ പുരസ്കാരം കൊടുക്കണം. പക്ഷേ അവിടെ വീണ്ടും വിലങ്ങുതടിയായി അവതരിക്കുന്നത് ഫിലിപ്പ് ലെനാർഡാണ്. അയാൾക്ക് നൊബേൽ പുരസ്കാരം കൊടുക്കണ്ട എന്ന് ഫിലിപ്പ് ലെനാർഡ് പഴയതുപോലെ തന്നെ വീണ്ടും വാദിച്ചു. പക്ഷേ മറ്റ് ചില ഗവേഷകർ പറയുന്നത് ഇത്തവണ അയാൾക്ക് നൊബേൽ പുരസ്കാരം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് അയാളുടെ പോരായ്മയായിരിക്കുകയില്ല, അത് നൊബേൽ കമ്മിറ്റിയുടെ പോരായ്മയായിരിക്കും. നൊബേൽ കമ്മിറ്റിയായിരിക്കും ആളുകൾ ബ്ലെയിം ചെയ്യുക. നൊബേൽ കമ്മിറ്റിക്ക് തന്നെ അല്ലെങ്കിൽ നൊബേൽ പുരസ്കാരത്തിന് തന്നെ അർത്ഥമില്ലാതെയായി പോകും. കാരണം ഇത്രയും പ്രശസ്തനായിട്ടുള്ള, ഇത്രയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഈ വാദഗതികളെയൊക്കെ പ്രതിരോധിക്കാൻ ലെനേർഡിന് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വന്നു. കുറച്ചുനാൾ നീണ്ടുനിന്ന അമേരിക്കൻ പര്യടനത്തിന് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീനും എൽസയും ജർമ്മനിയിൽ മടങ്ങിയെത്തി. നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് മടങ്ങി വരാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ കാര്യങ്ങളൊക്കെ ഗിയസ്റ്റിന് വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഗിയസ്റ്റ് അടുത്തതായിട്ട് ഒരു ചോദ്യമല്ല ചോദിക്കുന്നത്, ഒരു ലെറ്റർ ആൽബർട്ട് ഐൻസ്റ്റീന് കൊടുക്കുകയാണ്. അമേരിക്കൻ ഗവൺമെൻറ്റിന് ഒരു സംഘടന അയച്ചു കൊടുത്ത, ഒരു വനിതാ സംഘടന അയച്ചു കൊടുത്ത ലെറ്ററാണ്. വുമൻസ് നാഷണൽ പാട്രിയോട്ടിക് ഓർഗനൈസേഷൻ എന്നാണ് ആ സംഘടനയുടെ പേര്. അവരുടെ ആവശ്യം ആൽബർട്ട് ഐൻസ്റ്റീനെ ഒരു കാരണവശാലും അമേരിക്കയിലേക്ക് എത്തിക്കരുതെന്നാണ്. കാരണം അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പോയിന്റുകൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ആ ലെറ്ററിൽ ഓരോന്നായിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ അത് വായിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എൽസയും ഐൻസ്റ്റീനോടൊപ്പം ചിരിക്കുന്നു. ഗിയസ്റ്റിന് ആ ചിരി ഒരു കളിയാക്കലായിട്ടാണ് അനുഭവപ്പെട്ടത്. ശരിക്കും കളിയാക്കി തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ചിരിക്കുന്നത്. ഇതിലെന്താണ് തെറ്റ്? ആ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റുകളും കൃത്യമല്ലേ? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആണോ? ഐൻസ്റ്റീൻ ചിരി നിർത്തി ശാന്തവാനായി.
എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഒരു സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിലോ മെമ്പർഷിപ്പില്ല. പക്ഷേ ലോകം നേരിടുന്ന ഒരു ത്രെട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണോ അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനമാണോ? അതൊന്നുമല്ല. ഫാഷിസമാണ് ഇവിടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഹിറ്റ്ലറാണ്. പക്ഷേ അമേരിക്ക ഹിറ്റ്ലറിനെ എതിർക്കുന്നില്ല, ഫാഷിസത്തെ എതിർക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ത്രെട്ട് കമ്മ്യൂണിസവും സിയോണിസ്റ്റും ഒക്കെയാണ്. എനിക്ക് ആ ഒരു ചിന്താഗതിയോട് ഒട്ടും തന്നെ താല്പര്യമില്ല. നിങ്ങൾ ശക്തമായി എതിർക്കേണ്ടത് ഹിറ്റ്ലറിനെയാണ്. ഹിറ്റ്ലറിനെ പരാജയപ്പെടുത്തേണ്ടതാണ് അമേരിക്കയുടെ ദൗത്യം. ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഈ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ജർമ്മനിയുമായിട്ട് ഒരു യുദ്ധം ആരംഭിച്ചിട്ടില്ല. അതിനുശേഷം മാത്രമാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഗിയസ്റ്റിന് അടുത്ത ചോദ്യം ചോദിക്കണം. പക്ഷേ ആ ചോദ്യം ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒറ്റയ്ക്കായിരിക്കണം ചോദിക്കേണ്ടത്. ഭാര്യയായ എൽസ കേൾക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഗിയസ്റ്റ് അപേക്ഷിച്ചു, എൽസ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്, എനിക്ക് ഐൻസ്റ്റീനോട് മാത്രമായിട്ട് ഒരു ചോദ്യം ചോദിക്കണം. ഐൻസ്റ്റീൻ അത് തടഞ്ഞു. എൽസ ഇവിടെ ഇരിക്കട്ടെ, എൽസ അറിയാതിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എൽസയുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ചോദ്യം ചോദിക്കാനായി ഗിയസ്റ്റ് കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൽസയെ അവിടെ നിന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഗിയസ്റ്റ് ചോദിക്കുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ന്യൂമാൻ ബെറ്റിയെ അറിയാമോ? ഐൻസ്റ്റീൻ പറഞ്ഞു, അറിയാം, വ്യക്തമായി തന്നെ അറിയാം. എൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു, കുറേ കാലം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിസുന്ദരിയായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെക്രട്ടറി ഒന്നും ആയിരുന്നില്ല. ഇപ്പോഴത്തെ പുതിയ സെക്രട്ടറി അവളേക്കാൾ മിടുക്കിയാണ്, കേമിയാണ്. എന്താണ് അവളെക്കുറിച്ച് ചോദിക്കാനുള്ള ഒരു കാരണം? എൻ്റെ ചോദ്യം കുറച്ചുകൂടെ പേഴ്സണലാണ്, താങ്കൾ സഹകരിക്കുക. താങ്കൾ എപ്പോഴെങ്കിലും ഈ ബെറ്റിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഐൻസ്റ്റീൻ ഒരു മടിയുമില്ലാതെ തന്നെ പറഞ്ഞു, ഒരു തവണയല്ല, നിരവധി തവണ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ബന്ധം പുലർത്തിയിട്ടുണ്ട്. എങ്കിൽ താങ്കൾ ഭയക്കണം. താങ്കളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. താങ്കളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പല രഹസ്യങ്ങളും ശത്രു രാജ്യങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കും. താങ്കൾ അമേരിക്കയിൽ വന്നാൽ അത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഐൻസ്റ്റീൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മറുപടി കൊടുത്തു. എന്തു പറഞ്ഞിട്ടാണ് അവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക? എൻ്റെ ഭാര്യ എൽസയെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടാണോ? എൽസയ്ക്ക് ഈ കാര്യം അറിയാം. എൽസയും ഞാനും തമ്മിൽ ഇതിൻ്റെ പേരിൽ ഒരു കലാപം തന്നെ നടന്നിട്ടുമുണ്ട്. അതിനെ തുടർന്നാണ് എനിക്ക് ബെറ്റ്സിയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടി വന്നത്. ബെറ്റിയെ പുറത്താക്കിയ ആ ഘട്ടത്തിൽ എനിക്ക് സെക്രട്ടറി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് എൽസയാണ്. ആ സമയം എനിക്ക് ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും ജപ്പാനിലേക്കുള്ള യാത്രയിലായിരുന്നു. കപ്പലിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത് അറേബ്യൻ സമുദ്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ എനിക്ക് ഒരു ടെലഗ്രാം കിട്ടി. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ടെലഗ്രാം ആയിരുന്നു അത്. എനിക്ക് നൊബേൽ പുരസ്കാരം ലഭ്യമായി എന്നുള്ള ഒരു വാർത്ത. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് നൊബേൽ പുരസ്കാരം ലഭ്യമാകുന്നത്. സ്പെഷ്യൽ റിലേറ്റിവിറ്റിക്കോ ജനറൽ റിലേറ്റിവിറ്റിക്കോ ഒന്നുമല്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആൽബർട്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് നൊബേൽ പുരസ്കാരം കിട്ടാൻ ഒരു സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തി. കാരണം ഇവിടെ ലെനാർഡിന് ഒരു വിലങ്ങുതടിയായി മാറാൻ സാധിക്കില്ല. കാരണം ലെനാർഡ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളൊരു മേഖലയാണ്. ഇതുവരെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയുടെയും ജനറൽ റിലേറ്റിവിറ്റി തിയറിയുടെയും ഒക്കെ ഘട്ടങ്ങളിൽ ലെനാർഡ് പറഞ്ഞിരുന്നത് ഇതൊക്കെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്നാണ്. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം അത് ലെനാർഡിൻ്റെ മേഖലയാണ്, അദ്ദേഹം റിസർച്ച് ചെയ്തിരുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നൊബേൽ കമ്മിറ്റിയിൽ ലെനാർഡിന് കാര്യമായിട്ടൊന്നും പറയേണ്ടി വന്നില്ല, അല്ലെങ്കിൽ പറയാൻ സാധിക്കുമായിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീന് നൊബേൽ പുരസ്കാരം, ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭ്യമായി. ആ പുരസ്കാരം നേടിയെടുത്തതിന് ശേഷമാണ് അദ്ദേഹം നീൽ ബോറിനെ കാണുന്നത്. നീൽ ബോറിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ് നീൽ ബോറിൻ്റെ ആറ്റം മോഡൽ. നീൽ ബോർ കോപ്പൻഹാഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം വെറും ജസ്റ്റ് പാസ് മാത്രമായിരുന്നു. എങ്കിൽ പോലും ലോകമറിയുന്ന ഏറ്റവും മികച്ച ഒരു ഫിസിസിസ്റ്റായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധ്യമായി. മാത്രമല്ല അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ടും മാറുന്നു. അവർ രണ്ടുപേരും തമ്മിൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുകയാണ്. ശാസ്ത്രപരമായിട്ടുള്ള തർക്കങ്ങളാണ്. നീൽ ബോർ ക്വാണ്ടം ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ
ഒരു വലിയ ആരാധകനും ഗവേഷകനുമാണ്. പക്ഷേ അതിൽ പറയുന്ന പല കാര്യങ്ങളോടും ആൽബർട്ട് ഐൻസ്റ്റീന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ആ ഏറ്റുമുട്ടലുകളും നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. നീൽസ് ബോർ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ച് വാതോരാതെ ആൽബർട്ട് ഐൻസ്റ്റീനോട് സംസാരിച്ചു. ഐൻസ്റ്റീനും അറിയാവുന്ന തിയറി തന്നെയാണ്. പക്ഷേ രണ്ടുപേരുടെയും ഗവേഷണം ഇപ്പോൾ ആ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ എത്രത്തോളം വേഗതയിലാണ് അതിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി നമ്മൾ അതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ അത് എത്രമാത്രം വേഗതയിലാണ് കറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നീൽസ് ബോർ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് പറയുന്നത് ഇലക്ട്രോൺ എവിടെ ഉണ്ട് എന്ന് പറയുന്നത് വെറും സാധ്യത മാത്രമാണ്. അതിൻ്റെ ഒരു സ്ഥാനം ഇന്ന സ്ഥലത്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അതിൻ്റെ സ്ഥാനം ഇന്ന സ്ഥലത്താകാനുള്ള സാധ്യത എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു ഇലക്ട്രോൺ ഒരേ സമയത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്തെ കുറച്ചുകൂടെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ സാധാരണഗതിയിലുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് അസാധ്യമായ കാര്യമാണ്. ആൽബർട്ട് ഐൻസ്റ്റീനും ആ രീതിയിൽ തന്നെയാണ് ക്വാണ്ടം ഫിസിക്സിനെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഇത് സാധിക്കുകയില്ല, ദൈവം ഒരിക്കലും ഈ പ്രപഞ്ചത്തെ വെച്ച് കരുനീക്കുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ്. ഇപ്പോഴും പലരും അത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുമുണ്ട്. ഈ കോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗിയസ്റ്റ് ഐൻസ്റ്റീനോട് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? താങ്കളുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട് ഇങ്ങനെയാണല്ലോ, അപ്പോൾ താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചം ഇങ്ങനെയുള്ളൊരു പ്രപഞ്ചമാകണമെങ്കിൽ, ഇതിവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു ശക്തി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ ശക്തി ഒരിക്കലും നമ്മൾ ഈ പറയപ്പെടുന്ന മതങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ദൈവമല്ല. അതിനൊക്കെ അപ്പുറമുള്ള മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു അദൃശ്യ ശക്തി ഇവിടെയുണ്ട്. ഈ സംഭാഷണങ്ങൾക്കിടയിൽ ഗിയസ്റ്റിൻ്റെ അരികിലേക്ക് ഒരു സെക്രട്ടറി കടന്നു വന്നു. ഗിയസ്റ്റിന് ഒരു ഫോൺ കോൾ ഉണ്ടെന്ന് അവർ അറിയിച്ചു. അതനുസരിച്ച് ഗിയസ്റ്റ് അവിടെ നിന്നും വെളിയിലേക്ക് പോയി. പിന്നീട് ഒരു 10 നിമിഷം കഴിഞ്ഞിട്ടാണ് ഗിയസ്റ്റ് ആ മുറിക്കുള്ളിലേക്ക് വരുന്നത്. അയാളുടെ മുഖം വെളുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ വിളിച്ചത് ഹൂവറായിരുന്നു. അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ചോദിച്ചു, ഇൻ്റർവ്യൂ നടത്തിയെന്ന് ചോദിച്ചു. ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഐൻസ്റ്റീൻ ക്ലീനാണ്, അദ്ദേഹത്തിന് വീസ അനുവദിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. പക്ഷേ ഹൂവർ പറയുന്നത് ഐൻസ്റ്റീന് വിസ നിഷേധിക്കാനാണ്. ഞാൻ നിസ്സഹായനാണ്, താങ്കൾ എന്നോട് ക്ഷമിക്കുക. ഐൻസ്റ്റീൻ വളരെ വിഷമത്തോടുകൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഐൻസ്റ്റീൻ ഇറങ്ങിപ്പോകുമ്പോൾ ഗിയസ്റ്റിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പതിയെ ആ കണ്ണുനീരുകൾ ഒപ്പിയെടുത്തു. തിരികെ വിഷമിച്ച് അപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചേർന്ന ഐൻസ്റ്റീൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എൽസയ്ക്ക് കാര്യം മനസ്സിലായി. വീസ അനുവദിച്ചിട്ടില്ല. എൽസയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അവർ ഒരു സെക്രട്ടറിക്കും ഉപരിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അതിനും ഉപരിയായി അദ്ദേഹത്തെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തി അവരുടെ പിന്നിലുണ്ട്. ഒന്നും ആലോചിച്ചില്ല. അമേരിക്കയിലെ ചില പത്രങ്ങളിലേക്ക് അവർ ഒരു ഫോൺ കോൾ കണക്ട് ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീന് നിങ്ങളോട് സംസാരിക്കണം. STD കോളായിരുന്നു. കുറച്ച് നേരങ്ങൾക്ക് ശേഷം മാത്രം ഐൻസ്റ്റീന് അവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. ആ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹൂവറിന് ഐൻസ്റ്റീനുള്ള ദേഷ്യത്തെക്കുറിച്ചാണ്. ഹൂവർ കാരണം ഐൻസ്റ്റീന് അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ചാണ്. ഐൻസ്റ്റീനോട് വളരെ മോശമായ രീതിയിലാണ് ഹൂവർ ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് അടുത്ത ദിവസത്തെ പത്രത്തിൽ തന്നെ അച്ചടിച്ചു വന്നു. ആ പത്രം ഹൂവർ വളരെ വേദനയോടുകൂടിയാണ് വായിച്ചറിഞ്ഞത്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടെലഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു കോളാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവിടെ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് ചീത്തവിളികൾ കേൾക്കേണ്ടി വന്നു. കാരണം അമേരിക്കയെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അന്നത്തെ പത്രത്തിൽ അച്ചടിച്ചു വന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഐൻസ്റ്റീനോട് പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വീസ അനുവദിക്കാത്തത്? ഇങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വന്നു. ഒട്ടും വൈകാതെ തന്നെ ഹൂവർ മറ്റൊരു ഫോൺ കോൾ ബുക്ക് ചെയ്തു.
ഇത്തവണ ബുക്ക് ചെയ്യുന്നത് ജർമ്മനിയിലേക്കാണ്, അവിടുത്തെ അമേരിക്കൻ എംബസിയിലേക്കാണ്. ആ ദിവസം വൈകുന്നേരം ഗിയസ്റ്റ് വളരെ സന്തുഷ്ടവാനായി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചേർന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഗിയസ്റ്റിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ലിവിംഗ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. എൽസയോട് ഗിയസ്റ്റിന് ഒരു കാപ്പി കൊടുക്കാനും അദ്ദേഹം പറഞ്ഞു. ഗിയസ്റ്റ് വലിയ സന്തോഷത്തിലാണ്. നമ്മൾ തമ്മിലുണ്ടായ ആ ഇൻ്റർവ്യൂ എങ്ങനെയോ ചോർന്നു. അടുത്ത ദിവസത്തെ ന്യൂയോർക്ക് ടൈംസിൽ അത് പബ്ലിഷായി വന്നിട്ടുണ്ട്. ഹൂവർ എന്നെ അടുത്ത നിമിഷം തന്നെ വിളിച്ചു. അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് വീസ കൊടുക്കാനാണ്. ഞാൻ സീലുമായിട്ടാണ് വന്നത്, താങ്കളുടെ പാസ്പോർട്ട് സീല് ചെയ്ത് തരാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ഹൂവർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കളെ കൊണ്ട് ഒരു ലെറ്ററിൽ ഒപ്പിടിപ്പിക്കണം. ഗിയസ്റ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻവലപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു കത്തെടുത്ത് ഐൻസ്റ്റീൻ്റെ നേർക്ക് നീട്ടി. ഐൻസ്റ്റീൻ അത് വായിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് ഒരു സത്യവാങ്മൂലമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് എഴുതിയിരിക്കുന്ന സത്യവാങ്മൂലം. എന്തുകൊണ്ടോ ഐൻസ്റ്റീൻ അത് ഒപ്പിടാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് ജർമ്മനിയിൽ തന്നെ കഴിയാനായിരിക്കും വിധി, ഞാനിത് ഒപ്പിടുന്നില്ല, താങ്കൾക്ക് മടങ്ങിപ്പോകാം. പക്ഷേ ഗിയസ്റ്റ് മടങ്ങിപ്പോകുന്നില്ല. അയാളുടെ പക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും എൽസയുടെയും പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ആ പാസ്പോർട്ട് എടുത്ത് അതിൽ അദ്ദേഹം സീല് ചെയ്ത് ഐൻസ്റ്റീന് കൊടുത്തു. ഐൻസ്റ്റീൻ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഒരൊറ്റ സീല് മതി താങ്കളുടെ ജോലി പോകാൻ. താങ്കൾക്ക് ഒരു വലിയ സേവകനാവണ്ടേ, അതല്ലേ താങ്കളുടെ ആഗ്രഹം? ഇൻ്റർവ്യൂവിനിടയിൽ താങ്കൾ അതെന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതെങ്ങനെ സാധ്യമാകും? സിവിൽ സർവീസിലൂടെ മാത്രമല്ലല്ലോ നമുക്ക് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ ചില വിട്ടുവീഴ്ചകളിലൂടെയും നമുക്ക് പലരെയും സേവിക്കാൻ സാധിക്കും. ഈ ജോലി പോയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ മറ്റേതെങ്കിലും ജോലി കണ്ടെത്തിക്കൊള്ളാം. ഐൻസ്റ്റീൻ ഒട്ടും മടി കൂടാതെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന സത്യവാങ്മൂലം സൈൻ ചെയ്ത് ഗിയസ്റ്റിന് കൊടുത്തു. ഞാൻ കാരണം നിങ്ങളുടെ ജോലി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു ഉറപ്പ് തരണം. ഇവിടെ നിന്നും ധാരാളമായി ജൂതന്മാരെ നിങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം. അവരെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. 1933 1939 ഇടയിൽ റെയ്മണ്ട് ഗെയ്സ്റ്റ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത് 50,000-ഓളം വരുന്ന ജർമ്മൻ ജൂതന്മാരെയാണ്. അത്രയും പേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കാരണമായത് ഈ ഒരു ഒപ്പിടിയിൽ ചടങ്ങായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനും എൽസയും കൃത്യസമയത്ത് തന്നെയാണ് ജർമ്മനിയിൽ നിന്നും രക്ഷപ്പെട്ട് അമേരിക്കയിൽ എത്തിച്ചേരുന്നത്. കുറച്ച് ദിവസങ്ങൾ കൂടി അദ്ദേഹത്തിന് ജർമ്മനിയിൽ കഴിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടമായേനെ. കാരണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫിലിപ്പ് ലെനാർഡിന് ഒരു സ്ഥാനം കൊടുത്തു ഹിറ്റ്ലർ. ചീഫ് ഓഫ് ആര്യൻ ഫിസിക്സ്. ജർമ്മനിയിൽ നടക്കുന്ന ഫിസിക്സ് പരമായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും എല്ലാ ഗവേഷണങ്ങളുടെയും ചീഫായിട്ട് ഫിലിപ്പ് ലെനാർഡ് മാറി. മാത്രമല്ല അദ്ദേഹവും ഗീബൽസും കൂടി ചേർന്ന് വളരെ നീചമായിട്ടുള്ള ചില പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ജർമ്മനിയിലുള്ള ജൂതന്മാരായിട്ടുള്ള ഫിസിസ്റ്റുകളുടെ എല്ലാ ശാസ്ത്ര പുസ്തകങ്ങളും കണ്ടുപിടുത്തങ്ങളും കത്തിച്ച് ചാമ്പലാക്കുക. ആ ശാസ്ത്ര ഗവേഷകരെ കിട്ടുകയാണെങ്കിൽ അവരെയും കൊന്ന് തള്ളുക. പക്ഷേ ഭാഗ്യത്തിന് ഹിറ്റ്ലർ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസും വീടുമൊക്കെ അവർ റെയ്ഡ് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പല വിലപ്പെട്ട വസ്തുക്കളും കത്തിച്ച് ചാമ്പലാക്കി. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ നഷ്ടമായിരുന്നില്ല. കാരണം അതിൻ്റെ എല്ലാം മറ്റു കോപ്പികൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റ് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തി. ആൽബർട്ട് ഐൻസ്റ്റീനും എൽസയ്ക്കും ഒരു ഡിന്നർ അദ്ദേഹം ഓഫർ ചെയ്തു. ഡിന്നറൊക്കെ കഴിച്ച് രണ്ടുപേരും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയെക്കുറിച്ചും പൊളിറ്റിക്സിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. റൂസ്വെൽറ്റ് മറുപടിയായി പറയുന്നത്, താങ്കളെപ്പോലുള്ള ഒരു പ്രതിഭയെ കിട്ടിയിട്ട് ഈ നശിച്ച പൊളിറ്റിക്സ് സംസാരിച്ച് സമയം കളയാൻ ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. താങ്കളോട് ഫിസിക്സിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് എനിക്ക് താല്പര്യം. താങ്കളുടെ റിലേറ്റിവിറ്റി തിയറി വളരെ പ്രശസ്തമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? വളരെ ലഘുവായ ഭാഷയിൽ, എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാമോ? ഐൻസ്റ്റീൻ വളരെ രസകരമായിട്ടാണ് അതിന് മറുപടി കൊടുക്കുന്നത്. റിലേറ്റിവിറ്റി തിയറി ഒരു നിമിഷം കൊണ്ട് പറയാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് പറയാൻ നിങ്ങൾ എനിക്ക് അല്പം സമയം തരണം. നിങ്ങൾ കിടക്കുന്ന കട്ടിലിൽ എരിയുന്ന തീക്കനൽ കൊണ്ടിടുകയാണെങ്കിൽ
അവിടെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100 വർഷമായിട്ട് അനുഭവപ്പെടും. എന്നാൽ ആ തീക്കനലിന് പകരം ഞാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് കൊണ്ട് കെടുത്തുന്നതെങ്കിൽ 100 വർഷമെന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 സെക്കൻഡ് മാത്രമായിരിക്കും. അത് കേട്ടപ്പോൾ റൂസ്വെൽറ്റ് പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരി ഒരു അനുമതി കൂടിയായിരുന്നു. പൊളിറ്റിക്സ് സംസാരിക്കാനുള്ള അനുമതി, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡൻറ്റിനോട് നേരിട്ട് പൊളിറ്റിക്സ് സംസാരിക്കാനുള്ള അനുമതി. അത് വിദഗ്ധമായി തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉപയോഗിക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ട് ജർമ്മനിയെ ബാൻ ചെയ്തുകൂടാ? ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ക്രൂരതകൾ ജർമ്മനി നടത്തുന്ന ക്രൂരതകളാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ സോവിയറ്റ് യൂണിയൻ്റെ ക്രൂരതകൾ വരികയുള്ളൂ. പക്ഷേ അമേരിക്ക ഈ സയനിസ്റ്റുകൾക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരെയാണല്ലോ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ജർമ്മനിയിൽ ഒരു ബാൻ ഏർപ്പാടാക്കിക്കൂടാ? അമേരിക്കയുടെ ബാൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജർമ്മനിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും. റൂസ്വെൽറ്റ് അല്പനേരം ഒന്ന് ആലോചിച്ചു. കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഞാൻ ജർമ്മനിയിലെ പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ എനിക്കിത് വളരെ നിസ്സാരമായിട്ട് നടത്താൻ സാധിക്കുമായിരുന്നു. കാരണം അവിടെ ഏകാധിപത്യമാണല്ലോ, ഫാഷിസമാണല്ലോ. പക്ഷേ ഇത് അമേരിക്കയാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എനിക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ കോൺഗ്രസ്സിലെ അംഗങ്ങളുണ്ട്, അവർ തീരുമാനിക്കണം. എന്തുകൊണ്ട് അവരെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചുകൂടാ? അങ്ങനെയായി ഐൻസ്റ്റീൻ്റെ ചോദ്യം. അതും സാധിക്കുകയില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ മാത്രമാണ്. ജർമ്മനി അവരുടെ അജണ്ടയിലേ ഇല്ല. പക്ഷേ റൂസ്വെൽറ്റ് ഒരു കാര്യത്തിൽ ഐൻസ്റ്റീന് ഉറപ്പ് കൊടുത്തു. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും. ഒരുപാട് നൂലാമാലകളുണ്ട്, താങ്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചാൽ തീർക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളെ അമേരിക്കയിലെ സിറ്റിസണാക്കി മാറ്റിയിരിക്കും. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളും അധ്യാപക വൃത്തിയുമൊക്കെ നടത്തുന്നത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചാണ്. അവിടെ അദ്ദേഹം നീൽ ബോറുമായിട്ട് നിരന്തരമായി ഡിബേറ്റുകളിൽ ഏർപ്പെടുമായിരുന്നു. രണ്ടുപേരും ക്വാണ്ടം ഫിസിക്സിലാണ് ഇപ്പോൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന് ക്വാണ്ടം ഫിസിക്സിൽ പറയുന്ന പല തിയറികളും, പ്രത്യേകിച്ചും ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉൾപ്പെടെയുള്ള തിയറികൾ തെറ്റാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു ചിന്താ പരീക്ഷണം ഏർപ്പാടാക്കി. അദ്ദേഹം നീൽ ബോറിനോട് പറയുന്നത് 2 ഇലക്ട്രോണുകളെക്കുറിച്ച് ചിന്തിക്കാനാണ്. ആ 2 ഇലക്ട്രോണിനെയും നമുക്ക് പരസ്പരം കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ, അങ്ങനെ കൂട്ടിച്ചേർത്ത് വയ്ക്കാനൊന്നും സാധിക്കില്ല, ഒരു തോട്ട് എക്സ്പെരിമെൻ്റാണ്. ആ തോട്ട് എക്സ്പെരിമെൻ്റിൻ്റെ ഭാഗമായിട്ട് പരസ്പരം റിപ്പല് ചെയ്യുന്ന അല്ലെങ്കിൽ അകന്നു പോകാനായിട്ട് ശ്രമിക്കുന്ന നെഗറ്റീവ് ചാർജുകളുള്ള ഇലക്ട്രോണുകളെ ചേർത്ത് വയ്ക്കുക, അതിനുശേഷം അതിനെ വിടിവിക്കുക. അപ്പോൾ രണ്ടും തുല്യമായിട്ടുള്ള വേഗതയിൽ 2 വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കും. അതിനുശേഷം അതിൽ ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുക, മറ്റേ ഇലക്ട്രോണിൻ്റെ വേഗത അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ 2 ഇലക്ട്രോണുകളുടെയും സ്ഥാനവും വെലോസിറ്റിയും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. കാരണം രണ്ടും ഒരേപോലുള്ള ഇലക്ട്രോണാണ്, ഒരേ സ്ഥലത്ത് നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനിൽ അത് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ എ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ച് ഒരു പ്രത്യേക ദൂരം താണ്ടിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ ബിയും ഈ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് അത്രയും തന്നെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. ഒരെണ്ണത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കി മറ്റതിൻ്റെ വേഗത കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തെറ്റാണെന്ന് പറയാം. പക്ഷേ നീൽ ബോർ അത് തിരുത്തി. അങ്ങനെയാണെങ്കിൽ അവിടെ ഷ്രോഡിംഗറിൻ്റെ തിയറി തെറ്റാണെന്ന് പറയേണ്ടി വരും. ഷ്രോഡിംഗറിൻ്റെ തിയറി അനുസരിച്ച് ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിനെ നിരീക്ഷിക്കുന്ന ആ സമയത്ത് മാത്രമേ അതിൻ്റെ പാരാമീറ്റർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപ്, അത് നിരീക്ഷിക്കുന്നതിന് മുൻപ് അവിടെ എന്തു വാല്യൂ വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിൻ്റെ മെഷർമെൻറ്റ് നടത്തുന്ന ആ സമയത്ത് മാത്രമായിരിക്കും അതിനൊരു പ്രത്യേക വാല്യൂ വരുന്നത്. ആ വാല്യൂ ആയിരിക്കണമെന്നില്ല മറ്റൊരു ഇലക്ട്രോണിൻ്റെ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയ രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ വാല്യൂ. ആൽബർട്ട് ഐൻസ്റ്റീൻ അത് നിഷേധിച്ചു. രണ്ടുപേരും പരസ്പരം വാക്ക് തർക്കമായി. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാചകം പിന്നീട് വളരെ ഫേമസ് ആയിട്ടുണ്ട്, സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് എൽസ കിടപ്പിലാകുന്നത്. അവർക്ക് കുറേയധികം നാളുകളായി മയോകാർഡൈറ്റിസ് എന്ന ഒരു രോഗമുണ്ട്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീനെ അതൊന്നും അറിയിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ഗവേഷണങ്ങളിൽ അതൊരു തടസ്സമാകുമെന്ന് എൽസ കരുതി.
അതുകൊണ്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കുകയായിരുന്നു. പക്ഷേ കിടപ്പിലായപ്പോൾ ഐൻസ്റ്റീൻ അത് അറിഞ്ഞു. ഐൻസ്റ്റീന് വലിയ വിഷമമാണ് തോന്നിയത്. അദ്ദേഹത്തിനോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് എൽസ. എൽസ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിൽ കിടന്നേനെ, ഒരുപക്ഷേ കൊല ചെയ്യപ്പെട്ടേനെ. പലപ്പോഴായിട്ട് അവർ ആവശ്യപ്പെടുമായിരുന്നു പുസ്തകം വായിച്ചു തരാൻ. രസകരമായിട്ടുള്ള നോവലുകൾ വായിച്ച് കേൾക്കുക എന്ന് പറയുന്നത് എൽസയ്ക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവസാന നാളുകളിലൊന്നും അങ്ങനെ വായിച്ചു കൊടുക്കാനുള്ള സമയം ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൽസ കിടപ്പിലായതിനു ശേഷം ഐൻസ്റ്റീൻ നിരന്തരമായി അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നിരന്തരമായി ടോൾസ്റ്റോയുടെ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. ഐൻസ്റ്റീൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ടോൾസ്റ്റോയി. അങ്ങനെ 1939 എൽസ മരണമടഞ്ഞു. അങ്ങ് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ 2 പേർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. നീൽ ബോറും ഒരു ഫിസിസിസ്റ്റായ ലിയോ സിലാഡുമാണ് സംസാരിക്കുന്നത്. 2 പേരും ഭയന്നിട്ടുണ്ട്. അവർ സംസാരിക്കുന്നത് ജർമ്മനിയിൽ നടത്തിയ ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ്. ആ പരീക്ഷണത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണ്. ഹാൻസ് എന്ന ഒരു ഗവേഷകൻ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജർമ്മനിക്ക് അധികം വൈകാതെ തന്നെ ഒരു ന്യൂക്ലിയർ ബോംബ് സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ന്യൂക്ലിയർ ബോംബ് വേണമെങ്കിൽ ഒരുപാട് യുറേനിയം ആവശ്യമാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ടൺ കണക്കിന് യുറേനിയം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചെറിയ സ്ഫോടനം സൃഷ്ടിക്കാൻ കഴിയൂ. അതുമാത്രമല്ല, ഒരുപാട് ഗവേഷകർ വേണം, അതിബുദ്ധിമാന്മാരായിട്ടുള്ള ഗവേഷകർ വേണം. അങ്ങനെ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഒരു ആറ്റം ബോംബ് നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു മികച്ച ഗവേഷകൻ അവിടെ ഉണ്ട്, ഹൈസൻബർഗ്. അദ്ദേഹം ആറ്റം ബോംബ് സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയ്ക്ക് ഒരു ആറ്റം ബോംബ് സൃഷ്ടിക്കാൻ സാധിക്കണം. ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? നമുക്ക് അവിടെ വരെയുള്ള ഒരു റീച്ച് ഇല്ലല്ലോ. പിന്നെ ആരെക്കൊണ്ട് പറയിക്കണം? നീൽ ബോറും സിലാഡും ഒരേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആ കാലഘട്ടത്തിലെ പ്രസിഡൻ്റായ റോസ്വെൽറ്റുമായിട്ട് അടുത്ത ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 പേരും ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാനായി തീരുമാനിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീന് ഈ സമയത്ത് മറ്റൊരു പ്രണയബന്ധമുണ്ട്. ഒരു റഷ്യൻ ചാരസുന്ദരിയായ മാർഗരേറ്റയുമായിട്ടാണ് ആ ബന്ധം. ഐൻസ്റ്റീൻ കരുതുന്നത് അദ്ദേഹത്തോട് പ്രണയം തോന്നി മാർഗരേറ്റ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഐൻസ്റ്റീൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ഒരു ചാര സുന്ദരിയാണ് മാർഗരേറ്റ. ആൽബർട്ട് ഐൻസ്റ്റീനെ ഈ 2 ഗവേഷകരും നേരിൽ വന്ന് കണ്ടു. അവർ കാര്യം പറഞ്ഞു, എത്രയും പെട്ടെന്ന് റൂസ്വെൽറ്റിനെ നേരിട്ട് കാണണം, ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറയണം. ഐൻസ്റ്റീൻ അത് നിഷേധിച്ചു. ഒരിക്കലും മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ഒരു കണ്ടെത്തലിന് കാരണമാകാൻ എനിക്ക് താല്പര്യമില്ല. ആറ്റം ബോംബ് ഒരിക്കലും നിർമ്മിക്കാൻ പാടില്ല. പക്ഷേ ഈ കണ്ടെത്തൽ നടത്തുന്നത് ജർമ്മനിയാണെങ്കിലോ, ഹിറ്റ്ലറിന് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സാധിച്ചാലോ അത് ഈ ലോകത്തെ തന്നെ നശിപ്പിക്കും. ഇവിടെയുള്ള ജൂതന്മാരെ മാത്രമല്ല, ജർമ്മൻകാരല്ലാത്ത സകലരെയും ഇല്ലായ്മ ചെയ്യാൻ ഹിറ്റ്ലറിന് സാധിക്കും. അതെന്ത് വില കൊടുത്തും തടഞ്ഞേ മതിയാകൂ. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു സൊല്യൂഷൻ അമേരിക്ക തന്നെ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി ഈ ഹിറ്റ്ലറിനെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ റൂസ്വെൽറ്റിന് ഒരു കത്തെഴുതി. ആറ്റം ബോംബ് എന്ന ഒരു സാധ്യതയെക്കുറിച്ച്, അമേരിക്കയ്ക്ക് അങ്ങനൊരു ബോംബ് നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകയുദ്ധം ഇവിടെ അവസാനിക്കും. അതൊരു തുടക്കം മാത്രമായിരുന്നു. അത് പിന്നീട് മാൻഹാറ്റൻ പ്രോജക്റ്റിലാണ് എത്തിച്ചേർന്നത്. ആറ്റം ബോംബ് നിർമ്മിക്കാനായി ഓപ്പൺഹൈമർ സ്ഥാപിച്ച പ്രോജക്റ്റ്. ഇതിനെക്കുറിച്ച് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം മുൻപൊരു വീഡിയോയിൽ, ഓപ്പൺഹൈമറിൻ്റെ ജീവചരിത്രം വിവരിക്കുന്ന ആ വീഡിയോയിൽ ഈ ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. റഷ്യ ചാരന്മാരെ പല സ്ഥലങ്ങളിലേക്ക് അയക്കുന്നത് പോലെ അമേരിക്കയും ചാരന്മാരെ പല സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ജർമ്മനിയിലേക്കും അയച്ചിട്ടുണ്ട്. ഒരു ചാരൻ്റെ ദൗത്യം ഹൈസൻബർഗിനെ കൊല്ലുക എന്നതാണ്. ജർമ്മനിയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും മികച്ച ഗവേഷകൻ, ഫിസിസിസ്റ്റ് ഹൈസൻബർഗ് ആണ്. ഒരു ഇതിഹാസമാണ് ഹൈസൻബർഗ്. ആ ഹൈസൻബർഗിനെ വകവരുത്തണം. ഹൈസൻബർഗ് ആറ്റം ബോംബ് കണ്ടെത്തുന്നു എന്നുള്ള ഒരു ചെറിയ സൂചന കിട്ടിയാൽ മതി അയാളെ കൊന്നുകളയണം. അതിനുവേണ്ടി ഈ ചാരൻ നിരന്തരമായി ഹൈസൻബർഗിൻ്റെ ലെക്ചറുകൾ അറ്റൻഡ് ചെയ്യും. ഹൈസൻബർഗ് പല സ്ഥലങ്ങളിലായിട്ട് ജർമ്മനിയിൽ തന്നെ യൂണിവേഴ്സിറ്റികളിലും മറ്റും പോയി ശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കും. ഒരു ദിവസം ലെക്ചർ കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ ചാരൻ
ഹൈസൻബർഗിനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. താങ്കൾക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ചാരൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പോക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ഇരുമ്പ് ആയുധമുണ്ട്, ഒരു തോക്കുണ്ട്. സാധിക്കും, എന്നെക്കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നതെങ്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ അയാളെ വെടിവെച്ചതിന് ശേഷം സ്വയം വെടിവെച്ച് മരിക്കും. അതാണ് ആ ചാരൻ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. ഹൈസൻബർഗ് പറഞ്ഞു, അത് തിയറട്ടിക്കൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാക്ടിക്കലി നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ബോംബ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനിയും അങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ താങ്കൾ അത്തരത്തിലുള്ള ഒരു ബോംബ് ഉണ്ടാക്കുമോ? ഹൈസൻബർഗ് ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. താങ്കൾ ഒരു മികച്ച ഫിസിസിസ്റ്റ് ആണെങ്കിൽ താങ്കളുടെ രാജ്യത്തിനു വേണ്ടി താങ്കൾ അത്തരത്തിലുള്ള ഒരു ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? ആ ചാരനൊന്നും പറയാൻ സാധിച്ചില്ല. ബാക്കി മറുപടി പറയുന്നത് ഹൈസൻബർഗ് തന്നെയാണ്. ഞാനൊരു ജർമ്മനാണ്, ജർമ്മനിയെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ആ സ്നേഹത്തിൻ്റെ പുറത്ത് ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ പൊലിച്ചു കളയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹൈസൻബർഗ് അവിടെ നിന്നും നടന്ന് അകലുകയാണ്. 1942 അമേരിക്കൻ നാഷണൽ ഡിഫൻസ് റിസർച്ച് കൗൺസിലിലെ ഡയറക്ടറായ വനൈവർ ബുഷ് ആൽബർട്ട് ഐൻസ്റ്റീനെ നേരിൽ പോയി കണ്ടു. അദ്ദേഹം ഒരു കടലാസ് ആൽബർട്ട് ഐൻസ്റ്റീനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ പറയുന്ന സമവാക്യം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡിറൈവ് ചെയ്തു തരുമോ? ആൽബർട്ട് ഐൻസ്റ്റീന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലായി. യുറേനിയം ഐസോടോപ്പിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു സമവാക്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമവാക്യമാണ്. മൻഹാറ്റൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഐൻസ്റ്റീന് വ്യക്തമായിരുന്നു. ഐൻസ്റ്റീൻ ഇത് ആദ്യഘട്ടത്തിൽ ഡിറൈവ് ചെയ്തു തരാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞു. പക്ഷേ വനൈവർ ബുഷിൻ്റെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന കാരണം ഒടുവിൽ അദ്ദേഹം ആ ഡെറിവേഷൻ ഡിറൈവ് ചെയ്തു കൊടുത്തു. മാർഗരേറ്റ ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനോടൊപ്പമാണ് താമസിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഇതേ സമവാക്യം തന്നെ മോഷ്ടിക്കാനായിട്ടുള്ള ഒരു ശ്രമം മാർഗരേറ്റയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വിജയകരമായിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ സമവാക്യം എവിടെയാണ് വെച്ചതെന്ന് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. മൻഹാറ്റൻ പ്രോജക്റ്റ് വിജയകരമായി മുന്നോട്ട് പോയി. ഏതു നിമിഷവും അവർക്ക് ആറ്റം ബോംബ് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീനും മറ്റ് ഗവേഷകരും കരുതിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ജർമ്മനിക്ക് അങ്ങനൊരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവരുടെ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ദൗത്യം ലെനേർഡ് ഏൽപ്പിച്ചിരുന്നത് ഹൈസൻബർഗിനെ തന്നെയാണ്. പക്ഷേ ഹൈസൻബർഗിൻ്റെ ചില പരീക്ഷണങ്ങൾക്കിടയിൽ അവരുടെ ലാബ് തന്നെ പൊട്ടിത്തെറിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നടക്കാൻ സാധിക്കുകയില്ലെന്ന് ജർമ്മനിക്ക് ബോധ്യമായി. മാത്രമല്ല ജർമ്മനിക്ക് യുദ്ധത്തിൽ കനത്ത തിരിച്ചടിയാണ് ഈ ഘട്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഏത് നിമിഷവും ജർമ്മനി തകരുമെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ലിയോ സിലാഡ് ആൽബർട്ട് ഐൻസ്റ്റീനെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന് കണ്ടു. 6 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ലിയോ സിലാഡും നീൽ ബോറുമാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ വന്ന് കണ്ടിരുന്നത്. അന്ന് അവരുടെ ആവശ്യം ഒരു ആറ്റം ബോംബ് നിർമ്മിക്കാൻ വേണ്ടി റൂസ്വെൽറ്റിന് ഒരു കത്തെഴുതുക എന്നതായിരുന്നു. എന്നാൽ ഇത്തവണ ലിയോ സിലാഡിന് പറയാനുണ്ടായിരുന്നത് മൻഹാറ്റൻ പ്രോജക്റ്റ് നിർത്തിവെക്കുക. കാരണം ജർമ്മനി പരാജയപ്പെടാൻ പോവുകയാണ്. ഇനി അങ്ങനൊരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പാടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കത്ത് ഇത്തവണയും എഴുതി റൂസ്വെൽറ്റിന് അയച്ചു. പക്ഷേ ആ കത്ത് വായിക്കാൻ റൂസ്വെൽറ്റിന് സാധ്യമായില്ല. കാരണം ദിവസങ്ങൾക്ക് ശേഷം റൂസ്വെൽറ്റ് മരണമടഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കത്ത് ആരും വായിക്കാതെ ചവറ്റുകുട്ടയിൽ വീഴുകയാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ കൊല്ലപ്പെട്ടു. ജർമ്മനി കീഴടങ്ങി. മാർഗരേറ്റ കാര്യമായിട്ട് രഹസ്യപ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിക്കാതെ അവരുടെ രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ മാർഗരേറ്റയ്ക്ക് ഐൻസ്റ്റീനോടൊരു പ്രണയം ഉണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എപ്പോഴോ അദ്ദേഹത്തോടൊപ്പമുള്ള സഹവാസം കാരണം അവൾക്ക് അദ്ദേഹത്തോട് പ്രണയം തോന്നി. അതുകൊണ്ടുകൂടിയാണ് അവർ പിന്നീട് കാര്യമായിട്ട് ചാരപ്രവൃത്തികളൊന്നും നടത്താതെ അവിടെ നിന്നും തിരിച്ച് സോവിയറ്റ് യൂണിയനിലേക്ക് പോകുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കാണും. അപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രൂമാൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ലോകം ഞെട്ടലോടെ കേട്ടറിഞ്ഞു. ജപ്പാനിലെ 2 നഗരങ്ങളായ ഹിരോഷിമയും നാഗസാക്കിയും ഇപ്പോൾ നാമാവശേഷമായി മാറിയിരിക്കുന്നു. അവിടെ ആറ്റം ബോംബ് പതിച്ചിരിക്കുന്നു. ഐൻസ്റ്റീന് അത് ഒരിക്കലും സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഇതിൻ്റെ ആദ്യത്തെ തോട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെതായിരുന്നു. അന്ന് ആ തോട്ട് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആളുകൾ സുഖകരമായിട്ട് ജീവിച്ചിരുന്നേനെ.
ഈ വാർത്ത ജർമ്മനിയിലെ ഗവേഷകർക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ നാളുകളായിട്ട് പരിശ്രമിച്ചതാണ് ഇതെങ്ങനെ യാഥാർത്ഥ്യമായി. അവരോടൊപ്പം തന്നെ അവരുടെ പ്രിയപ്പെട്ട ഹൈസൻബർഗും ഉണ്ടായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു പേപ്പറും ഒരു പെൻസിലും തരികയാണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇപ്പോൾ ഞാൻ എഴുതി നിങ്ങൾക്ക് തരാം. ഹൈസൻബർഗിന് അറിയാമായിരുന്നു എങ്ങനെയാണ് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കേണ്ടതെന്ന്. ക്വാണ്ടം ഫിസിക്സിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു ഗവേഷകനാണ്. തീർച്ചയായിട്ടും അറിയാമായിരുന്നു. പക്ഷേ ആളുകളെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം അത് അറിയില്ല എന്ന് നടിച്ചാണ് ഹിറ്റ്ലറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ സ്ഫോടന പരമ്പരയ്ക്കൊക്കെ ശേഷം ടൈം മാഗസിനിലെ ഫ്രണ്ട് പേജിൽ വന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പടമാണ്. പക്ഷേ അത് ആൽബർട്ട് ഐൻസ്റ്റീനെ ഒട്ടും തന്നെ സന്തോഷിപ്പിച്ചില്ല. കാരണം അതിൻ്റെ ഒപ്പം തന്നെ ഐൻസ്റ്റീനോടൊപ്പം തന്നെ ആ ഹിരോഷിമയിൽ ഉണ്ടായിട്ടുള്ള പുകപടലത്തിൻ്റെ ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണക്കാരനായി മാധ്യമങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനെ വിലയിരുത്തി. ആൽബർട്ട് ഐൻസ്റ്റീന് അതിൽ വലിയ രോഷമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 68ാമത്തെ വയസ്സ് 1947 ആഘോഷപൂർവ്വം കൊണ്ടാടിയത്. വളരെ പ്രശസ്തരായിട്ടുള്ള പല ഗവേഷകരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഹൈമറും അവിടെ ഉണ്ടായിരുന്നു. ഓപ്പൺ ഹൈമറിനോട് തമാശ രൂപേണ ആൽബർട്ട് ഐൻസ്റ്റീൻ ദേഷ്യപ്പെട്ടു. നിങ്ങളാണ് ആ ആറ്റം ബോംബ് ഉണ്ടാക്കിയത്, പക്ഷേ അതിൻ്റെ പേരിൽ ഉള്ള പഴിയെല്ലാം കേൾക്കേണ്ടി വരുന്നത് എനിക്കാണ്. അന്ന് ആ ബർത്ത്ഡേയിൽ പങ്കെടുക്കാനായി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മൂത്ത മകനായ ഡോക്ടർ ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീനും അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് ശരിക്കും 3 മക്കളാണുള്ളത്. 3 പേരും മെലേവ മെറിച്ചിൽ ഉണ്ടായതാണ്. ആദ്യത്തെ കുട്ടി ജനിച്ച ആ സമയത്ത് തന്നെ മരിച്ചുപോയി. 2ാമത്തെ ആളാണ് ഹാൻസ്. 3ാമത്തെ ഏറ്റവും ഇളയാൾ എഡ്വേർഡാണ്. എഡ്വേർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. മെൻ്റൽ അസൈലത്തിലാണ് അദ്ദേഹം. മരണമടയുന്നത് വരെ അവിടെ തന്നെ ആയിരുന്നു ചിലവഴിച്ചത്. മാനസികമായിട്ടുള്ള ചില രോഗങ്ങൾ എഡ്വേർഡിനുണ്ടായിരുന്നു. പക്ഷേ ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ മിടുക്കനായിട്ടുള്ള, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ തന്നെയുള്ള ഒരു ഗവേഷകനാണ്, ഒരു എൻജിനീയറാണ്. അദ്ദേഹം ബെർക്ക്ലെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിതാവായ ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാനായി അന്ന് അവിടെ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കയ്യിൽ, ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മകളുടെ കയ്യിൽ ആൽബർട്ട് ഐൻസ്റ്റീന് കൊടുക്കാനായി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും ഉണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിനിടയിലാണ് പുറകിൽ നിന്നും മറ്റൊരു ഗവേഷകൻ ആൽബർട്ട് ഐൻസ്റ്റീനെ വിളിക്കുന്നത്. പിന്നീട് ഐൻസ്റ്റീൻ അവരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇവരെ കാര്യമായി ഗവനിക്കാൻ ഐൻസ്റ്റീന് സാധിക്കുന്നില്ല. ഇത് കണ്ട് രോഷാകുലനായിട്ടുള്ള ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ സമ്മാനം അവിടെ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട 2 മക്കളെയും കൂട്ടി അവിടെ നിന്നും വെളിയിലേക്ക് പോയി. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലേക്ക് വരുന്നു. അദ്ദേഹം റിട്ടയർ ആവുകയാണ്. അദ്ദേഹം ഇനി എങ്ങും ക്ലാസ്സുകൾ എടുക്കുന്നതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ നിന്നും റിട്ടയർ ആകാൻ കൂട്ടാക്കുന്നില്ല. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ തുടർന്നും അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തും. വിടവാങ്ങലിൻ്റെ ഭാഗമായി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്ഷണക്കത്തുകൾ വന്നു. വളരെ പ്രശസ്തമായിട്ടുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ. എന്നാൽ ആ കൂട്ടത്തിൽ നിന്നും അധികമൊന്നും പ്രശസ്തമല്ലാത്ത ലിങ്കൺ യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ലിങ്കൺ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത അത് കറുത്ത വർഗ്ഗക്കാർ ധാരാളമായി പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണെന്നുള്ളതാണ്. എഡ്ഗർ ഹൂവർ ഇപ്പോൾ അമേരിക്കയിലെ FBI ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ മക്കിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. മക്കിയോട് ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുക. അയാളൊരു കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ രഹസ്യമായിട്ടാണ് അയാളുടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അയാളൊരു രാജ്യദ്രോഹിയാണെന്ന് തെളിയിക്കണം. തീർച്ചയായിട്ടും തെളിവുകൾ കിട്ടും. കാരണം അയാളൊരു രാജ്യദ്രോഹി തന്നെയാണ്. അയാളെ ഈ അമേരിക്കൻ മണ്ണിൽ തന്നെ കൊല്ലണം. ഏറ്റവും കുറഞ്ഞ പക്ഷം അയാളെ ജർമ്മനിയിലേക്ക്, അയാളുടെ നാട്ടിലേക്ക് തന്നെ നാട് കടത്തണം. മക്കി ആ ഒരു ഉത്തരവ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എഡ്ഗറിന് വലിയൊരു വിദ്വേഷം തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മേലുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീൻ കാരണം എഡ്ഗറിന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമാകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഭാഗ്യം കൊണ്ടാണ് ആ ജോലി നഷ്ടമാകാതെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. എഡ്ഗർ വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിലേക്ക് വരുന്നത് തടഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ന്യൂയോർക്ക് ടൈംസിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ എഡ്ഗറിന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമാകേണ്ടതായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്വം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ജോലിയിൽ പിടിച്ചു നിൽക്കാനും പിന്നീട് FBI ഡയറക്ടറായി മാറാനും സാധിച്ചത്.
മാത്രമല്ല അമേരിക്കയിൽ എത്തിച്ചേർന്നതിന് ശേഷവും പല വേദികൾ വെച്ചും എഡ്ഗറിനെ വളരെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിച്ചിട്ടുമുണ്ട്. എഡ്ഗർ ഹൂവർ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു പങ്കുണ്ട്. FBI തുടക്കക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപക നേതാവെന്ന് പോലും നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. ഇപ്പോഴും ചരിത്രത്തിൽ അദ്ദേഹത്തെ ഒരു മോശക്കാരനായിട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആ ഐൻസ്റ്റീനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മക്കിയെ ഏൽപ്പിച്ചു. മക്കി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഓഫീസിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ മൈക്കുകളും മറ്റ് പല രഹസ്യ ഉപകരണങ്ങളും സ്ഥാപിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് സംസാരിച്ചാലും മക്കിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ആറ്റോമിക് സയൻറ്റിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഓഫീസിൽ നടന്നു. അന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരൊറ്റ ഗവൺമെൻറ് വരണം. രാജ്യങ്ങളുടെ ബൗണ്ടറി ഒന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഒന്നായിരിക്കണം. എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ ഒരൊറ്റ രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യുദ്ധത്തിന് പ്രസക്തിയില്ല, അതിർത്തികൾക്ക് പ്രസക്തിയില്ല. എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് ആറ്റം ബോംബിനും പ്രസക്തിയില്ല. വളരെ കാര്യഗൗരവമായിട്ടുള്ളൊരു നിർദ്ദേശമായിരുന്നു. പക്ഷേ അത് ഒരു കാലത്തും നടക്കാൻ പോകുന്നതല്ലെന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും അറിയായിരുന്നു. മക്കി ഈ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചു. കാരണം ഇത് വേണമെങ്കിൽ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ട് കാണിക്കാൻ സാധിക്കും. അമേരിക്ക എന്ന രാജ്യം തന്നെ വേണ്ട, മൊത്തത്തിൽ ഒരൊറ്റ രാജ്യം മതിയെന്നാണല്ലോ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ യൂണിഫൈഡ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളിലാണ്. ശരിക്കും പറഞ്ഞാൽ 1920-കൾ മുതൽ ആരംഭിച്ച ഗവേഷണമാണ്. ഇപ്പോഴും അദ്ദേഹം അത് തുടർന്നുകൊണ്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയും ഇലക്ട്രോ മാഗ്നറ്റിസവും പരസ്പരം ചേർത്ത് വെക്കുന്ന ഒരു യൂണിഫൈഡ് തിയറിയാണ് അദ്ദേഹത്തിൻ്റെ ആശയം. 1948-ൽ ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീനെ വീണ്ടും വന്ന് കാണുന്നു. ഇത്തവണ ഒരു നിരാശകരമായിട്ടുള്ള വാർത്തയാണ് ഐൻസ്റ്റീനെ അറിയിക്കാനുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അമ്മയായിരുന്ന മെലേവ മെറിക് മരണമടഞ്ഞിരിക്കുന്നു. ഐൻസ്റ്റീന് വലിയ വിഷമം തന്നെ തോന്നി. അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം മെലേവയെക്കുറിച്ച് സംസാരിച്ചു. അതിനിടയിൽ മെലേവ സ്വന്തം കരിയർ നശിപ്പിക്കുകയായിരുന്നു എന്നുള്ള ഒരു വാക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വായിൽ നിന്നും വീണുപോയി. ഹാൻസിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം മെലേവ മെറിക്ക് കാരണമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി തന്നെ പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചത്. മാത്രമല്ല മെലേവ ജീവിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും വേണ്ടിയാണ്. എൽസയിൽ ആൽബർട്ട് ഐൻസ്റ്റീന് മക്കളൊന്നുമില്ല, മെലേവയിൽ മാത്രമേ മക്കളുണ്ടായിട്ടുള്ളൂ. അവർക്ക് വേണ്ടി മാത്രമാണ് സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു അമ്മയായി പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചത്. അവരെ മോശമായി ചിത്രീകരിച്ചതിൽ ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീന് വലിയ ദേഷ്യമുണ്ടായിരുന്നു. ഹാൻസ് ഐൻസ്റ്റീനുമായിട്ട് ഒരുപാട് തർക്കിച്ചു. താങ്കൾ ഒരുപാട് ആളുകളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു, അവരെയൊക്കെ മക്കളെപ്പോലെ കാണുന്നു, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ സ്വന്തം മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് സൂറിച്ച് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് നിങ്ങൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിരുന്നോ? ഇല്ല. നിങ്ങൾ പറഞ്ഞത് എൻജിനീയറിംഗ് എടുക്കുന്നത് ഒരു മണ്ടത്തരമാണ്, അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നാണ്. അതുകൊണ്ട് എൻജിനീയറിംഗ് എടുക്കാതെ ഫിസിക്സ് പോലുള്ള പ്രയോജനമുള്ള എന്തെങ്കിലും എടുക്കാൻ നിങ്ങൾ എന്നോട് പറഞ്ഞു. എൻ്റെ ആഗ്രഹം എൻജിനീയറിംഗ് ആണെന്ന് പറഞ്ഞിട്ടും നിങ്ങളത് അവഗണിക്കുകയായിരുന്നു ഉണ്ടായത്. എന്നെ ഒരിക്കലും നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ലോകത്തുള്ള വ്യത്യസ്തരായിട്ടുള്ള നിരവധി ആളുകളെ നിങ്ങൾ അഭിനന്ദിച്ചു. അവർക്കെല്ലാം മോട്ടിവേഷനായിട്ട് മാറി. നിങ്ങൾക്ക് മക്കളെ വേണ്ട, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ആവശ്യമില്ല. അവരെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോശക്കാരാണ്. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കാണാൻ ഇവിടേക്ക് വരില്ല, നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഈ കാലഘട്ടങ്ങളിലൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഡേവിഡ് ബൂം എന്ന ഒരു ഗവേഷകനുമായിട്ട് തൻ്റെ യൂണിഫൈഡ് ഫീൽഡ് തിയറി ഡിസ്കസ് ചെയ്യുമായിരുന്നു. രണ്ടുപേരും ചേർന്ന് പല പഠനങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഡേവിഡ് ബോമിൻ്റെ വായിൽ നിന്നും ഒരു വാചകം വീണു. അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ കാര്യങ്ങളൊക്കെ മക്കി കേൾക്കുന്നുണ്ടായിരുന്നു. മക്കി ഇത് റിപ്പോർട്ട് ചെയ്തു. അതിനെ തുടർന്ന് ഡേവിഡ് ബോമിനെ അറസ്റ്റ് ചെയ്തു.
വിചാരണയ്ക്ക് വിധേയനാക്കി. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണെന്ന്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്നും ബ്രസീലിലേക്ക് നാട് കടത്തുന്നത്. പിന്നീട് ഡേവിഡ് ബോം അതിപ്രശസ്തനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറിയത് ചരിത്രമായി. പക്ഷേ ഈ സംഭവ വികാസങ്ങളിലൂടെ ആൽബർട്ട് ഐൻസ്റ്റീന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ മൈക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഡേവിഡ് ബോം തന്നോട് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു രഹസ്യം എങ്ങനെയാണ് FBI അറിയുക? വീടും ഓഫീസുമൊക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നും മൈക്കുകൾ കിട്ടി. ഒട്ടും വൈകാതെ തന്നെ ഒരു പ്രസ് മീറ്റിലൂടെ ഈ കാര്യമൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തെ അറിയിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ FBI സ്പൈ ചെയ്യുകയാണ്. ഇത് എഡ്ഗർ ഹൂവറിനെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചു. മക്കേയെ വിളിച്ചു വരുത്തി എത്രയും പെട്ടെന്ന് ആൽബർട്ട് ഐൻസ്റ്റീനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല. മക്കി കൃത്യമായിട്ട് മാത്രം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിരുന്നു. ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, ഞാൻ പഠനങ്ങൾ തുടർന്നു പോകും, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ മാത്രം ആൽബർട്ട് ഐൻസ്റ്റീനെ അറസ്റ്റ് ചെയ്യും. ആൽബർട്ട് ഐൻസ്റ്റീൻ നീൽ ബോറുമായിട്ട് നിരന്തരം ചർച്ചകളിൽ ഏർപ്പെടുമായിരുന്നു. യൂണിഫൈഡ് ഫീൽഡ് തിയറിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പരിശ്രമിക്കും. നീൽ ബോർ അതൊക്കെ തെറ്റാണെന്ന് പറയും. ഈ ഘട്ടങ്ങളിലൊക്കെ നീൽ ബോർ ആൽബർട്ട് ഐൻസ്റ്റീനും അപ്പുറമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു ഗവേഷകനായിട്ട് ഈ ഘട്ടത്തിൽ നീൽ ബോർ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഐൻസ്റ്റീനേക്കാൾ മികച്ച ആൾ നീൽ ബോർ ആണെന്ന് നമുക്ക് ഇതുകൊണ്ട് പറയാൻ സാധിക്കുകയില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ്, അദ്ദേഹത്തിന് വളരെയധികം പ്രായമായി. പക്ഷേ നീൽ ബോർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹം ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും ആൽബർട്ട് ഐൻസ്റ്റീന് സ്വീകാര്യമല്ല. അതിനെയൊക്കെ പലപ്പോഴും ആൽബർട്ട് ഐൻസ്റ്റീൻ കളിയാക്കുന്നുമുണ്ട്. പക്ഷേ നീൽ ബോർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് താങ്കളുടെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയെയും സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയെയും മറ്റ് ഗവേഷകർ ഇതേ വാചകങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ കളിയാക്കിയത്. ഇന്ന് ചരിത്രം ആവർത്തിക്കുകയാണ്, അതേ കാര്യങ്ങൾ തന്നെ താങ്കൾ ഇന്ന് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നത് വളരെ മികച്ച ഒരു സൗഹൃദ ബന്ധം തന്നെയാണ്. ആ സൗഹൃദ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ കാലഘട്ടത്തിലാണ് ജൂലിയസ് റോസൻബർഗിനെയും ഇതൽ റോസൻബർഗിനെയും എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത്. ഇവർ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാണ്. ഇവർ ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. അമേരിക്കയിലെ പല രഹസ്യങ്ങളും ഇവർ ചോർത്തി സോവിയറ്റ് യൂണിയന് കൊടുത്തിരുന്നു. അതിനെ തുടർന്നാണ് എക്സിക്യൂഷൻ നടന്നത്. ഈ സംഭവത്തെ തുടർന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജഡ്ജിക്ക് ഒരു ലെറ്റർ എഴുതുന്നത്. ഈ വിധി പ്രസ്താവിച്ച ജഡ്ജിക്കാണ്. ആ കത്തനുസരിച്ച് ഈ രണ്ടുപേരെയും എക്സിക്യൂട്ട് ചെയ്തത് നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. രണ്ടുപേരും ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അത് അമേരിക്കയെ ബാധിക്കുന്നതുമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലേണ്ട ആവശ്യമില്ല. എഡ്ഗർ ഹൂവർ അത് മികച്ച ഒരു അവസരമായിട്ടാണ് എടുത്തത്. ആദ്യം ഈ ലെറ്ററുകൾ കിട്ടുന്നത് ഈ രഹസ്യാന്വേഷണ സംഘടനയ്ക്കാണ്. അവർ ഈ ലെറ്ററുകൾ വായിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കുക. പക്ഷേ ഇത് വേറെ ആർക്കും അറിയില്ല, ഇവർ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. മക്കി ഈ ലെറ്റർ കളക്ട് ചെയ്ത് ഹൂവറിന് കൊടുത്തു. ഹൂവർ പറഞ്ഞു, ഈ ലെറ്റർ ജഡ്ജിക്ക് തന്നെ പോകട്ടെ. ജഡ്ജിക്ക് പോകുന്നത് നമുക്ക് നല്ലൊരു കാര്യമാണ്. കാരണം ജഡ്ജിക്ക് തന്നെ ഈ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചൊരു ധാരണ കിട്ടും. മാത്രമല്ല ഇത് വലിയൊരു തെളിവായിട്ട് എടുത്ത് ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഐൻസ്റ്റീനെ അറസ്റ്റ് ചെയ്യാൻ മക്കി കൂട്ടു നിൽക്കുന്നില്ല. കാരണം ഇതൊന്നും ഒരു റീസൺ അല്ല, ഇതൊന്നും ഒരു രാജ്യദ്രോഹ കുറ്റമല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ്. അഭിപ്രായം നേരിട്ട് ഒരു ജഡ്ജിയോട് പറയുന്നത് കൊണ്ട് എന്ത് തെറ്റാണുള്ളത്, അതിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഹൂവറിന് അതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ് മാനായിട്ടുള്ള റാൻകിനെ നേരിട്ട് പോയി കണ്ടു. റാൻകിൻ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ ലെറ്ററിൻ്റെ വിശദാംശങ്ങൾ വെളിയിൽ വിട്ടു. പത്രങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു മികച്ച സയൻറ്റിസ്റ്റാണ്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന് വളരെയധികം പ്രായമായി, എന്താണ് പറയുന്നതെന്നുള്ള ധാരണ പോലും അദ്ദേഹത്തിനില്ല. ഐൻസ്റ്റീൻ ഇത് വലിയ രീതിയിലുള്ളൊരു വേദനയാണ് ഉണ്ടായത്. അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാതെയായി, ഒരു ശാസ്ത്ര പരീക്ഷണങ്ങളിലും ഏർപ്പെടാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വീട്ടിലെത്തി. അവളുടെ പേര് ആലീസ് എന്നാണ്. ആരുമറിയാതെ രഹസ്യമായിട്ട് ഒളിച്ചാണ് ആ വീട്ടിലേക്ക് അവൾ ചെന്ന് കയറുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന്
അവളുടെ ഹോംവർക്ക് കൊടുത്തു. മാത്സിലെ ചില ഹോംവർക്കുകളാണ്. അത് ചെയ്യാനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സഹായം വേണം. ഐൻസ്റ്റീൻ ആദ്യം അവളോട് പോകാനാണ് പറഞ്ഞത്. പക്ഷേ അവൾ ഒരു കാര്യം കാണിച്ച് ആൽബർട്ട് ഐൻസ്റ്റീനെ പ്രകോപിപ്പിച്ചു. മധുരമുള്ള കുറച്ച് കുക്കീസ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അവളുടെ കയ്യിൽ നിന്നും കുക്കീസ് വാങ്ങി അവൾക്ക് ഹോംവർക്ക് ചെയ്തു കൊടുത്തു. പിന്നീട് ആലീസ് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിലെ ഒരു നിത്യ സന്ദർശകയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനിലൂടെ ആലീസിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ശാസ്ത്രം ആലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഈ ഗണിതശാസ്ത്രത്തിലെ പല രഹസ്യങ്ങൾക്കും പിന്നിലുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. ഒരു പുഷ്പമെടുത്താൽ ആ പുഷ്പത്തിലെ ഇതളുകൾ പോലും ഗണിതശാസ്ത്രം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓരോ പൂവിൻ്റെയും ഇതളുകളുടെ എണ്ണം അത് ഫിബൊനാച്ചി സീക്വൻസ് അനുസരിച്ചാണ്. ഫിബൊനാച്ചി സീക്വൻസ് 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. 0 കഴിഞ്ഞാൽ അടുത്തത് 1, 1ഉം 0ഉം കൂടെ കൂട്ടിക്കിട്ടുന്നത് 1ആണ്. അതുകൊണ്ട് അടുത്തത് 1. പിന്നെ ഉള്ള അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് 1ഉം 1ഉമാണ്. ആ 1ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2, 2ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 3, 3ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5. അങ്ങനെ പോകുന്ന ഫിബൊനാച്ചി സീക്വൻസ് അനുസരിച്ചാണ് പൂവുകളുടെ ഇതളുകൾ ഉള്ളത്. ഈ ഫിബൊനാച്ചി സീക്വൻസിലുള്ള അക്കങ്ങൾ തന്നെയായിരിക്കും ഏതൊരു പുഷ്പം എടുത്താലും ആ പുഷ്പത്തിൻ്റെ ഇതളുകളുടെ എണ്ണം. ആലീസിന് ഇതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. ഫിബൊനാച്ചി സീക്വൻസിനെ കുറിച്ച് അവൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള രസകരമായിട്ടുള്ള ഈ സംഭവത്തെക്കുറിച്ച് ആരും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവൾക്ക് ഗണിതശാസ്ത്രത്തോട് വലിയ താല്പര്യം തോന്നി. അവൾക്ക് മാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റീനും വലിയ താല്പര്യം തോന്നി. അദ്ദേഹം വീണ്ടും പ്രിൻസ്റ്റണിലെ തൻ്റെ ഗവേഷണ ലാബിലേക്ക് മടങ്ങിപ്പോയി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ലാബിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കണ്ടപ്പോൾ നീൽ ബോറിന് വലിയ സന്തോഷമാണ് തോന്നിയത്. രണ്ടുപേരും കൂടി ചേർന്ന് വീണ്ടും തർക്കിക്കാൻ തുടങ്ങി. അത് വലിയൊരു സൗഹൃദ ബന്ധമാണ്. ധാരാളം തർക്കങ്ങളൊക്കെ നിറഞ്ഞ സൗഹൃദ ബന്ധം. മറ്റൊരു ദിവസം ആലീസ് വീണ്ടും കുറച്ച് കുക്കീസുമായിട്ട് ഐൻസ്റ്റീനെ കാണാൻ വന്നു. ഇത്തവണ അവൾക്ക് മറ്റൊരു സംശയം ഉണ്ടായിരുന്നു. ഈ പൂവുകൾക്ക് എങ്ങനെയാണ് ഈ ഫിബൊനാച്ചി സീക്വൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്? അവയ്ക്ക് ജീവനില്ലല്ലോ, പിന്നെ എങ്ങനെ കൃത്യമായിട്ട് പൂവുകൾ ഈ ഫിബൊനാച്ചി സീക്വൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ബുക്കും പേപ്പറും എടുത്ത് അതിൽ അവൾക്കുള്ള ഉത്തരം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആലീസിന് അവിടെ ഷോക്കേസിലിരുന്ന ഒരു ഗിഫ്റ്റ് കാണാൻ സാധിച്ചത്. ആ ഗിഫ്റ്റ് അവൾ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പായിരുന്നു, ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെ അവൾ ഇത് കാണിച്ചു കൊടുത്തു. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ പ്രോട്ടോടൈപ്പ്? അപ്പോഴാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അത് പരിശോധിക്കുന്നത്. ആ ഗിഫ്റ്റ് തൻ്റെ മകനായ ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മകൾ സമ്മാനിച്ചതാണ്. അവൾ ഉണ്ടാക്കിയ സോളാർ സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പോഴാണ് ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് അദ്ദേഹം വീണ്ടും ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള സെക്രട്ടറി ഹെലനാണ്. എൽസയുമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കയിൽ എത്തിച്ചേർന്നപ്പോൾ മുതൽ ഹെലനാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. എൽസ മരിച്ചതിന് ശേഷവും മാർഗരേറ്റ വന്നതിന് ശേഷവും മാർഗരേറ്റ പോയി കഴിഞ്ഞും ഹെലൻ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെയും നോക്കുന്നത്. ഹെലൻ ആവശ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹാൻസിനെ വിളിക്കുക. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ അപ്പോഴൊന്നും അത് കൂട്ടാക്കുന്നില്ല. അവൻ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോയതെന്ന് നിനക്കറിയാമോ? ഹെലൻ പിന്നെയും പിന്നെയും നിർബന്ധിച്ചു. ഒടുവിൽ അദ്ദേഹം ഹാൻസിനെ ഫോൺ ചെയ്ത് വിളിച്ചു. ആ ഒരു ഫോൺ കോളിന് വേണ്ടി ഹാൻസ് കാത്തിരിക്കുകയായിരുന്നു. കിട്ടിയ പാടെ അദ്ദേഹത്തിൻ്റെ മക്കളെയും കൂട്ടി ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാൻ വന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത്. ഈ ഘട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ മെലേവയെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. മെലേവ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ക്ലർക്കായിട്ട് ഈ ജീവിതം അവസാനിപ്പിച്ചേനെ. ലോകം അറിയാതെ പോയേനെ ആൽബർട്ട് ഐൻസ്റ്റീനെ. എൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മെലേവയാണ്. അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു ശാസ്ത്ര പ്രബന്ധങ്ങളും രചിക്കാൻ സാധിക്കില്ലായിരുന്നു. അവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കാരണമാണ് ലോകം അറിയേണ്ട ഒരു മാത്തമാറ്റീഷ്യൻ ഇല്ലാതെയായത്. അവൾക്കും നൊബേൽ പുരസ്കാരം കിട്ടിയേനെ, കാരണം അവൾ എന്നേക്കാൾ മിടുക്കിയാണ്. ആ സന്തോഷങ്ങൾക്കിടയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എപ്പോഴോ കുഴഞ്ഞു വീണു. അദ്ദേഹം രോഗശയ്യയിലായി.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വ്യക്തി മരണമടഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറ് വിട്ടുകൊടുക്കാൻ ആ ഡോക്ടർ കൂട്ടാക്കിയില്ല. ഹാൻസിന് അതിൽ വലിയ അരിശമുണ്ടായിരുന്നു. ഡോക്ടറുമായിട്ട് ഒരുപാട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഡോക്ടർ പറയുന്നത്, ഇത് ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു സയൻറ്റിസ്റ്റിൻ്റെ തലച്ചോറാണ്, ഇത് പഠിക്കണം, ഇത് ശാസ്ത്ര ലോകത്തിന് ആവശ്യമാണ്. പക്ഷേ ഹാൻസിന് പറയാനുണ്ടായിരുന്നത് മറ്റൊന്നാണ്. ഇത് ജീവനില്ലാത്ത വെറും സെല്ലുകളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്. അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്നറിയണം, അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംഭാവനകൾ എന്താണെന്നറിയണം, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിക്കണം. അല്ലാതെ ഈ ജീവനില്ലാത്ത സെല്ലുകൾ കൊണ്ട് ഒന്നും തന്നെ ലോകം അറിയാൻ പോകുന്നില്ല. ആ പറഞ്ഞ വാചകങ്ങൾ കൃത്യമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് പഠിക്കാൻ ആ സെല്ലുകൾക്ക് സാധ്യമായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിലൂടെ ഈ പ്രപഞ്ചത്തെ തന്നെ പഠിക്കാൻ നമുക്ക് സാധ്യമാകുന്നു. ഇന്നും പുതിയ സാങ്കേതികവിദ്യ ഉൽപ്പാദിപ്പിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന തിയറികളാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത തിയറികൾ. ഒരു വലിയ യാത്രയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. 5-6 മണിക്കൂറുകൾ ദൈർഘ്യം വരുന്ന ഒരു വലിയ സീരീസായിരുന്നു ഇത്. ഈ സീരീസ് അവസാന ഘട്ടം വരെ കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. ഇതിന് എൻ്റെ മറ്റ് വീഡിയോകൾ വെച്ചിട്ട് വ്യൂസ് വളരെ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ കുറച്ച് പേർക്ക് ഈ എപ്പിസോഡുകളൊക്കെ കാണണമെന്നുള്ള ആഗ്രഹം, അതിയായ ആഗ്രഹം എനിക്ക് മനസ്സിലായി. കാരണം ഞാനിത് തുടങ്ങി വെച്ചത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ആരും കാണാത്തത് കൊണ്ട് തന്നെ ഇടവിക്ക് വെച്ച് ഞാൻ നിർത്തുകയായിരുന്നു. പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് ചെയ്യാനുള്ള ഒരു പ്രയാസവുമാണ്. പക്ഷേ നിരന്തരമായിട്ട് എനിക്ക് പലരും കമൻറ്റിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ആരും കണ്ടില്ലെങ്കിലും ഈ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമെങ്കിലും ഈ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് അവശേഷിക്കുന്ന 3-4 എപ്പിസോഡുകൾ കൂടി ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇത് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ സീരീസ് കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും അതുപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഷെയർ ചെയ്ത് കൊടുക്കുക. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.